ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വീട്ടിൽ തയ്യാറാക്കിയ തിരുവാതിര പുഴുക്ക് അല്ലെങ്കിൽ കുഴക്കറിയുടെ റെസിപ്പിയാണ്. ഈ കറി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ തയ്യാറാക്കുന്ന കഷ്ടപ്പാട് ഓർക്കുമ്പോഴോ പലരും കൊതി അങ്ങ് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനുള്ളതേ ഉള്ളൂന്നേ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പാരമ്പര്യ തനിമയിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാം. ആദ്യം ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് നല്ലോണം ഒന്ന് പൊട്ടട്ടെ. ഈ ഡിസംബറും ജനുവരിയൊക്കെ ആണല്ലോ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഒരു കാലം. അതുകൊണ്ട് തന്നെയാണ് തിരുവാതിര പുഴുക്കിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ യൂസ് ചെയ്യുന്നത്. കാച്ചിൽ, ചേന, ചേമ്പ്, കൂർക്ക അതുപോലുള്ള എല്ലാ കിഴങ്ങുകളും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 2-3 ചെറിയുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണേ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത് തേങ്ങ ഒതുക്കിയതാണ്. അതിനായിട്ട് നമ്മൾ ഒരു ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു തേങ്ങ. അതിലേക്ക് ഒരു 5 പച്ചമുളക് എടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂണ് ജീരകവും കൂടി ചേർത്താണ് ഒതുക്കിയെടുത്തത്. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരും അവരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ തേങ്ങയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങുകൾ നമ്മൾ എടുത്തേക്കുന്നത് കാച്ചിൽ, കൂർക്ക, ചേമ്പ്, ചേന, ഏത്തയ്ക്ക, അമരയ്ക്ക, മത്തൻ ഇതെല്ലാം ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കിഴങ്ങുകളും യൂസ് ചെയ്യാവുന്നതാണ്. വേവിക്കുമ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. അവസാനം ഈ കുഴക്കറിയുടെയും അവിയലിൻ്റെയും ഒക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയുള്ള ഒരു ടിപ്പും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കുഴക്കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. ഇത് ശരിക്കും തിരുവാതിര നാളിൽ തന്നെ തയ്യാറാക്കണമെന്നൊന്നും ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് മഹാദേവൻ്റെ ജന്മദിനമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്രഡീഷണലായിട്ട് നമ്മൾ അന്നേ ദിവസം വീടുകളിൽ തയ്യാറാക്കാറുണ്ട്. പിന്നെ നമ്മുടെ അവസാനത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ കുറേ കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ആറിയതിന് ശേഷം ഉപയോഗിക്കുക. ഈ ടിപ്പ് അവിയലിൻ്റെ കാര്യത്തിലും സെയിം തന്നെയാണ്. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗമാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ കുഴക്കറി അഥവാ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്